പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീര് ഒരുമയുടെ ബലിയർപ്പിക്കുക. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. എപ്പോഴും നയിക്കുകയും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തിരുനാമത്തിന്റെ സുപൂജ്യമായ നാമത്തിൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം, കണ്ണുകൾ നിൻ ദിവ്യ ശോഭ തഴുകി നിൽപ്പൂ. കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളത് എന്നാൽ ഹൃദയ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാണ് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. മർത്യരു നിത്യമഹോന്നതമാ ഉത്താരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാൻ ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നു. ആത്മാവിനെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനും വൃത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ ഘോഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. സഹോദരനെ, പൗലോസിലെ കൊളോസസിലെ സഭയ്ക്ക് ലേഖനം അധ്യായം 3 വാക്യങ്ങൾ 12 മുതൽ 17 വരെ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. അതിനാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞത നിർഭരരായിരിക്കുവിൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെ ജീവനുമായ മിശിഹ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് നീക്കിയും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 1 46 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ദൈവം തൊട്ട ജീവിതങ്ങൾ നന്ദിയുള്ള ജീവിതങ്ങളായിട്ട് മാറണം. അതിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തൊട്ട ആ കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും ഓർക്കണം എന്നുള്ളതാണ്. ഓർത്ത് എപ്പോഴും നന്ദിയുള്ള ഒരു ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് ഉണ്ടാകണം. തരണം തരണം, കിട്ടണം കിട്ടണം എന്ന് മാത്രം പറഞ്ഞു നിന്നാ പോരാ, നന്ദി പറയാനും കൂടി മനസ്സുണ്ടാകണം. നമ്മളെ ജീവിതത്തില് ദൈവം എങ്ങനെയൊക്കെയാണ് തൊട്ടിരിക്കുന്നത്. മക്കളെയാകാം, കുടുംബത്തെയാകാം, ഭർത്താവിനെയാകാം, ഭാര്യയാകാം. ആ തൊട്ട അനുഭവങ്ങള് മറക്കാതിരിക്കുക. നമ്മൾക്ക് ഓർമ്മയുള്ളത് കിട്ടേണ്ട കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ തന്ന കാര്യങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നവരാണ്. മറക്കാനല്ല, നന്ദിയുള്ളവരായിട്ട് മാറാനാണ് കർത്താവ് നമ്മളോട് പറയണേ. നന്ദിയുടെ ഒരു പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നു. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടെ തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവനേക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടെ തന്റെ ബുദ്ധിയും കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ദൈവവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണം. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നന്ദി പറയാൻ അമാന്തമരുത് എന്ന ദിവ്യവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങയുടെ തിരുസന്നിധിയിൽ നന്ദിയുടെ പൂക്കളായി സമർപ്പിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം.
നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളുടേക്ക് ഓർത്ത് നോക്കി. ഈ പ്രഭാതത്തിലൂടെ തമ്പുരാന്റെ സന്നിധിയിൽ വരിക തന്നെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് എവിടെയും വരെ എത്തി അപകടങ്ങളില്ലാതെ പരിപാലിക്കുന്നു. എൻ്റെ വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് കർത്താവ് നൽകിയ അനുഗ്രഹമാണ്. അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ കർത്താവ് ഇപ്പൊ ചിന്തിക്കുമ്പോൾ തന്നെ കിട്ടുന്നു. നമ്മളിപ്പോ ചിന്തിച്ച് എൻ്റെ ജീവിതത്തിന്റെ പുറകിലേക്ക് നോക്കുമ്പോൾ എന്തോരം അനുഗ്രഹങ്ങളാ കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കിട്ടിയതല്ലേ. നന്ദിയുള്ളവരാകാം. അങ്ങയുടെ ജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലനാഥനായ ദൈവത്തിന്റെ കൃപാസനം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീരാസയിൽ ഉള്ളവും എന്നുള്ളതും ദേഹവും എന്തേഹിയും സ്നേഹമോടേക. മറ്റൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവസന്നിധി നൽകുമ്പോൾ നന്ദി യേശുവേ എന്നെങ്കിലും പറയാം. യേശുവേ ഒത്തിരി നന്ദി, തന്നതൊക്കെ നിന്റെ അനുഗ്രഹമാണ്. ദൈവമേ നന്ദി എന്ന് പറയാൻ, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് യേശുവേ എല്ലാം ചേർത്ത് വയ്ക്കുക. അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവിനെയും പിതാവിനെ സ്മരണായി ബലിപീഠത്തിലുണ്ടാകട്ടെ. ദൈവപുത്രനെ സ്നേഹിതന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്ക് ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാകുന്ന രഹസ്യങ്ങളുടെ സൂക്ഷകരാകുക. എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകതാൽ യുഗരാക്കി അങ്ങ് നൽകിയ ധനം തികഞ്ഞ സ്നേഹത്തോടും മറിച്ച വിശ്വാസത്തോടും ഇടപെടലും ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരനെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും നാമത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥ വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്രോതലേക്ക് ഉയരട്ടെ. ദൈവമേ, ആരാധനായ രാജാവേ,
അങ്ങയുടെ സന്നിധിയിലേക്ക്. സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുവരങ്ങളും നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അസൂയയിലും എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും സൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരും സ്നേഹമൈക്യം ഞങ്ങൾ വാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ പ്രവീന്മാരുടെയും സറാഫീന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ വിടാതെ ചിന്തിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിന്റെ പുത്രൻ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും അകലരുമായി സർവ്വരുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൊരു ചെയ്ത്, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. പ്രകാരം തന്നെ എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്ത്, ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൊടുമ്പോ എന്റെ ഓർമ്മിക്കാൻ ചെയ്യുവേൻ. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനം ഹൃദയവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സ്തുതനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മറാഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി മതിരുപദേശായ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി ഇരുപദേശായ മാർപ്പോളി കണ്ണുകാട് മെത്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്കൻ സഭ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദുരിതരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവരും
ഞങ്ങളുടെയും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും ആരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ, തെരുവോരങ്ങളിൽ ജയിൽ കഴിയുന്നവർ, ഇടവക കുടുംബം, നാനാജാതി മതസ്ഥർ, മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ, രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ, കിടപ്പ് രോഗികളായിരിക്കുന്നവർ, ബലിവേദിയിൽ ഓർക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ മക്കളുടെ കണ്ണീരുകൾക്ക് വേണ്ടി, ധ്യാനത്തിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറയണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് നിന്നെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രത്യേകം പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഒരു പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സുഖരാജനവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. പറന്നിറങ്ങേണമേ നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. സജീവവും പരിശുദ്ധവും ജീവിതായ മകളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും ഹൃദയത്തെയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. ഇരുകരങ്ങൾ തുറന്നു പിടിക്കാം, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവിതാർക്കും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വമിശിഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സഹോദരൻ നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാ ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയാൽ ദിവ്യ സ്നേഹമേ. ഈ ദിവ്യാനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയുള്ളവരാകും, നന്ദി പറയാം. എന്തോരം നന്ദി പറയാനും നമുക്കുള്ളത്. എല്ലാത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ജീവിതവും അതുപോലെ കുടുംബവും സമാധാനം, ജോലികൾ, യാത്രകൾ, എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ അമ്മയോട് ചേർന്ന് നിമിഷം നിറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. മനുഷ്യര് സ്വാർത്ഥര, അവനെല്ലാം വേണം എന്നാ നന്ദി പറയാൻ ഒരു മനസ്സില്ല എന്നുള്ളത്, ഓർക്കാറ് പോലില്ല എന്നുള്ളത്. നമുക്കതിന് മാത്രമാണ് മറവിയുള്ളത്.
ഓർത്തെടുത്ത് ദൈവത്തിന്റെ സ്ഥിതിയിലെ ഓരോ കാര്യങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മളെ പരിപാലിക്കുന്ന, വഴി നടത്തുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരീക്ഷകളുള്ളവരെല്ലാവരെയും സമർപ്പിക്കാം. കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ, ദൈവമേ മനസ്സിലെ നിയോഗങ്ങൾ, ഇന്റർവ്യൂകൾക്ക് ദിവസം പോകുന്നത്, യാത്രകൾ ചെയ്യുന്നവർ, ഈ വലിയ വേദിയിൽ ഓർക്കണം പ്രാർത്ഥിക്കുന്നവർ എല്ലാ മക്കളെയും ഓർത്തുകൊണ്ട് ഈ വിലയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പല സ്ഥലങ്ങളിലുമുള്ള മക്കളെയും സമർപ്പിക്കും. നാഥ എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് അതിന് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സർവ്വത്തിലേക്ക് ഇരുകരങ്ങളും പിടിച്ച് വിശ്വാസപൂർവ്വം ഇതെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളുടെ കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. ഇത് പാപികളെ വിശദീകരിക്കുന്ന പരിശുദ്ധ ബലിയാകുന്നു. സ്വർഗീയ ഭക്ഷണവും ഉന്നതത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒഴുകി വന്ന പാനീയവുമാകുന്നു. സിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിയും നിത്യജീവനും കാരണമാകുന്നു. ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിലെ കൃപാവരത്താ സ്വർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ ഇടങ്ങളുടെ മോചനത്തിനായി ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയത്തിന് സ്തുതിയും ബഹുമാനവും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, സുദീർഘവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറകെ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഒരു നിമിഷം കണ്ണുകളടയ്ക്കുന്ന കരങ്ങൾക്ക് നന്ദി പറയാം നമുക്ക് യേശുവിനോട്. തന്ന ദാനങ്ങൾ അനുഗ്രഹങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് യേശുവേ ഒത്തിരി നന്ദിയുണ്ട്. നിന്നോട് പറയാതെ പോയി, ഞങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് വരാതെ പോയി, ഒരു വാക്കുപോലും സ്നേഹം പ്രകടിപ്പിക്കാതെ പോയി. മക്കളെ ഓർത്തി, ഭർത്താവിനെ ഓർത്തി, നല്ലൊരു ജോലി ഓർത്ത്, കുടുംബ സമാധാനത്തെ ഓർത്ത്, ആരോഗ്യം തന്നതിനെ ഓർത്തി, ഈ ജീവിതാന്തസ് നൽകിയതിനെ ഓർത്തി, ദൈവമേ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ദൈവം ഇടപെട്ടതിനെ ഓർത്തി, തന്റെ ശരീരത്താ നമ്മുടെ കടങ്ങൾ പുറക്കുകയും രക്തത്താ നമ്മളുടെ പാപങ്ങളെ മാസുകളെയും നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേൽസലതയാചരണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം സ്തുതിയട്ടെ. അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന ഫലങ്ങൾ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഇന്ന ദിവസത്തെ പ്രാർത്ഥന ഉദ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.
കടങ്ങളുടെയും കൊടുക്കുകയും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഇരുവരെ അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.